വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇന്നെന്തായാലും ഗൈസ് നമ്മളുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും കയറലൊക്കെ നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്തായാലും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കയറലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മളാണ് ഈ ഗൈസ് നമ്മുടെ മറ്റേ ഏതാണ് കാർ റേസറിനെയും കയറലൊക്കെ ഫൈനലി എന്തായാലും നമ്മളെന്തായാലും കൊന്നു കളഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, ആ കൊന്നു കളയണതിൻ്റെ റീസണും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നണം. ഓക്കെ, ആരെങ്കിലും ആ വീഡിയോ കാണാത്തതുകൊണ്ട് മസ്റ്റായിട്ട് ആ ഒരു വീഡിയോ കാണാം, എന്നിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദ എൻഡ് ഓഫ് കാർ റേസർ എന്നുള്ള ടൈറ്റിലൊക്കെ അടിച്ചൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെന്തായാലും ഫസ്റ്റ് കാണാം. അപ്പോൾ നമ്മുടെ കാർ റേസർ എന്തായാലും നമ്മുടെ ഏതാണ് ജയിലിൽ നിന്ന് കാര്യങ്ങളൊക്കെ നൈസായിട്ട് എന്തായാലും എസ്കേപ്പ് ആയി. ഓക്കെ, ജയിലിലെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ അവനെ ജയിലിൽ നിന്ന് ഇറക്കി അവൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ. അപ്പോൾ അവനാണെങ്കിൽ എന്തൊക്കെയോ പ്രാന്ത് പിടിച്ച പോലെ പറഞ്ഞു. എനിക്കാകെ ദേഷ്യം ഞാൻ കുറേ എടുത്തിട്ട് ഇടിച്ചു. ഓക്കെ, എന്നിട്ടാണെങ്കിൽ അവനെ എടുത്തുകൊണ്ട് നേരെ അവനും പിന്നെ നമ്മുടെ ലെസ്റ്റർ താമസിക്കുന്ന അവർ ഏതാണ് ഫ്ലാറ്റിൻ്റെ ഏറ്റവും മണ്ടൊക്കെ ഉണ്ട് ഇട്ട്. ഓക്കെ, പക്ഷെ എങ്ങനെയെന്ന് അറിയണം, അവൻ എന്തോ ഭായം കൊണ്ട് അവൻ്റെ മണ്ടൊക്കെ നിർത്തി ചാടി അവൻ രക്ഷപ്പെട്ടു. പക്ഷെ അവൻ അവിടെ വെച്ചൊരു ഡെഡ് ആവേണ്ടതാണ്. പക്ഷെ അവൻ എന്തോ ഭായം കൊണ്ട് രക്ഷപ്പെട്ടു. അത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയുന്നില്ല. അവനാണെങ്കിൽ നമ്മൾ ഏതാണ് അകത്താണെങ്കിൽ നമ്മുടെ ലെസ്റ്ററിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച പറോട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ ഓടി വന്ന് നമ്മുടെ ഏതാണ് ആ ഒരു കീങ്ങളൊക്കെ ഇട്ടേക്കണ ആ ഒരു ഹാങ് പോലത്തെ ഒരു സാധനത്തിൽ ഇതെന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ ഏതാണ് ഡിഫൻഡറിൻ്റെ കീങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡറിൻ്റെ കീ എടുത്ത് അവൻ ഒറ്റ ഓട്ടം വിട്ട്. അങ്ങനെ ആ ഓട്ടങ്ങളൊക്കെ വിട്ടിട്ട് നമ്മളും അതിൻ്റെ പുറകെ പോയി നമ്മൾ റോക്കറ്റ് ലോഞ്ചർ എടുത്ത് അടിച്ച് കയറ്റി കൊടുത്തു, ഒരു അടി കൊടുത്തു. പക്ഷേ അത് അതിൻ്റെ തൊട്ടടുത്തുള്ള ടൈലിലാണ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് തീരുമായിരുന്നു. പിന്നെ അടിച്ചപ്പോൾ സൈഡിലാണ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലാറ്റിൻ്റെ റൂമും ഒരു പരിവായി കിടക്കുകയാണ്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷേ അവ എന്തായാലും ഡെഡായിട്ട് എന്തായാലും ഉണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ലെസ്റ്റർ ആണെങ്കിൽ ആ ഒരു വണ്ടിയുടെ ഏതാണ് GPS ട്രാക്കർ വെച്ച് ഹാക്ക് ചെയ്ത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടിട്ട് നമ്മൾ മാസമായിട്ട് പോയി അവനെ പിടിച്ച് അവിടെ വെച്ചാൽ നമ്മൾ കൊന്നു കളഞ്ഞ്. പക്ഷേ ഇപ്പോൾ പോലീസ് എല്ലാം കൂടെ നമ്മുടെ പുറകെയാണ്. നമ്മളിപ്പോൾ ഒരിടത്ത് എന്തായാലും ഹൈഡായിട്ട് എന്തായാലും നിൽക്കുകയാണ്. നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുന്നതാണ്. അതേപോലെ നമ്മുടെ ചാനലുകളൊക്കെ 404 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഫൈനൽ ചെയ്യണേ ഹിറ്റായേക്കാണ്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എന്തായാലും 1K അടിക്കാനുള്ളതാണ്. 1K അടിച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. പ്ലീസ് ഗൈസ് നിങ്ങൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല ഗൈസ്, പ്ലീസ് 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 നിങ്ങൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വ്യൂ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4K ആണ്. ഓക്കെ, അത് കൂടുതൽ കയറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല വ്യൂ മാക്സിമം കൂട്ടണം, സബ്സ്ക്രൈബേഴ്സും കൂട്ടണം. അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ എങ്ങനത്തെ വീഡിയോസും ബാക്കി കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ കംപ്ലീറ്റ് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യണല്ലേ, നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യും. ഈ വീഡിയോയിൽ മാക്സിമം കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും കമൻറ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ പോലെ നമ്മളെന്തായാലും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മൾ ചെയ്യുന്നതാണ്. സ്റ്റീലും വീഡിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ നമ്മളാണ് ഇനി മുതൽ എന്തായാലും നമ്മുടെ ഷോർട്സിൻ്റെ ഏരിയയിൽ നിങ്ങളൊക്കെ നമ്മൾ ഫണ്ണി ഷോർട്സുകളൊക്കെ ഇടുന്നതാണ്. ഇപ്പം തന്നെയാണ് ഞാനാണ് ഇന്നലെ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് വ്യൂ കൂടുതൽ കയറിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം അത് കണ്ടില്ലായിരിക്കും. സത്യത്തിൽ കേസ് നമ്മുടെ ഇപ്പം ഞാനിപ്പം ഏതാണ് ഈ ഒരു ഷോർട്സിൻ്റെ ഈ ഒരു സംഭവം തുടങ്ങിയോണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കാണെങ്കിൽ 1 മിനിറ്റ് കൂടുതലാണെങ്കിൽ വീഡിയോ ലെങ്തി ആയിട്ട് എന്തായാലും ഇടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ 2ആയിട്ട് മുറിച്ച് എന്തായാലും ആ ഒരു ഷോർട്ടുകളൊക്കെ ഇട്ടത്. ഓക്കെ, അത് പാർട്ട് 2 എന്ന് ഇട്ടിട്ട് എന്തായാലും ഉണ്ട്. അതേപോലെ തന്നെ /1 എന്ന് ഇട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഒന്നാമത്തെ ഫണ്ണി വീഡിയോ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് തന്നെ ഫണ്ണി വീഡിയോസുകളൊക്കെ കാണാം. ഓക്കെ, ഫണ്ണി വീഡിയോസ് അല്ല ഫണ്ണി ഷോർട്സ്. ഓക്കെ, അത് നമ്മളിങ്ങനെ മുറിച്ച് എന്തായാലും ഇടുന്നതാണ്. അതെല്ലാവരും നിങ്ങൾ എന്തായാലും കാണാം. ഷോർട്ടാണ്. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ ഷോർട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഷോർട്സ് വീഡിയോ. എനിക്കാണെങ്കിൽ ഇപ്പം 1 മിനിറ്റ് കൂടുതൽ അത് ഇടാനായിട്ട് പറ്റണമല്ലോ. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇതേപോലെ ആയിരുന്നു. ചാനൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ 15 മിനിറ്റ് മേലെ ഇടാനായിട്ട് പറ്റൂലായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോഴെന്തായാലും ഞാൻ 40 മിനിറ്റ് വരെ മാക്സിമം ഇട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മുടെ അവസാനത്തെ നമ്മുടെ ആ ഒരു ഏതാണ് കാർ റേസറിനെക്കാലം കൊല്ലണം ആ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ 40 മിനിറ്റ് വരെ എന്തായാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, വീഡിയോസ് ഇടാൻ നല്ല മിനിറ്റ് ആണെങ്കിൽ ഇടാം, പക്ഷേ നമുക്ക് ഷോർട്ട് വെറും 1 മിനിറ്റ് മേലെ പറ്റൂടാം. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ മുറിച്ചിട്ടത്. ഓക്കെ, അപ്പോൾ എല്ലാ ഷോർട്ട് വീഡിയോ നിങ്ങൾ എന്തായാലും കാണാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ
ഓക്കെ ഗായ്സ്, നമ്മളെന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ഇങ്ങനെ എന്തായാലും നിൽക്കണേ ഗൈസ്. ഇവിടെ ഇപ്പം എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. നമ്മുടെ ലെസ്റ്ററിനെ ആകെ ടെൻഷൻ അടിച്ച് വണ്ടിക്കകത്തിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഇടയ്ക്ക് വരണ സമയത്ത് എവിടെയോ കൊണ്ടിടിച്ച് വണ്ടിയുടെ ഗ്ലാസ് പൊളിഞ്ഞിട്ടുണ്ട്. ആകെ സീനായി കിടക്കുകയാണ് ലെസ്റ്ററിൻ്റെ വണ്ടിയൊക്കെ. പുള്ളി ബാക്കി എന്തോ ലാപ്ടോപ്പിൽ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളാണെങ്കിൽ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് കയറി ഒളിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ എവിടേക്കൊക്കെയോ ഓടിച്ചോടി ഇടിച്ചിടിച്ചിടിച്ച് വണ്ടി ഒരു പരിവായിട്ടുണ്ട്. നമ്മൾ നല്ല രീതിക്ക് ഒരു പരിവായിട്ടുണ്ട് നമ്മളെ ഓടിച്ചോടിച്ച്. ഒട്ടും തന്നെ വയ്യ. നമുക്കൊന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. പോലീസുകാരെ എടുത്തിട്ട് നമ്മൾ ഇടിച്ചു. ഓക്കെ, എൻ്റെ പൊന്നെ ഒരു തന്നെ കൊന്നെന്ന് വെച്ചാൽ ഇത്രയും പണിയുണ്ട്. അപ്പം നമുക്കിട്ട് എന്ത് വലിയ പണിയാണെന്ന്. ഓക്കെ, നമ്മളെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്, മറ്റേ ലെജൻഡർ. ഓക്കെ, നമ്മൾ റേസ് കളിച്ചെടുത്താൽ. ഓക്കെ, നമ്മുടെ താറും ഇവിടെ നമ്മുടെ ആ സ്ഥലത്ത് കിടക്കുകയാണ്. അത് പിന്നെ പോയി നമുക്ക് എടുക്കണം. നമുക്ക് എന്നാലും ഫസ്റ്റ് വീട്ടിലും കണക്ക് പിന്നെ കേസ് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, നമ്മുടെ ഫേസ് കണക്കെ നൈസായിട്ട് റിവീലായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഇവനെ കൊല്ലണേനേക്ക് മുമ്പേ തന്നെ നമ്മൾ ഇവൻ്റെ അടുത്ത് പോണേന് മുമ്പേ തന്നെ നമ്മളെന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാറിൻ്റെ മാസ്കും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും എടുത്തെന്തായാലും ഇട്ടിട്ടുണ്ട്. ഫുൾ കവേർഡ് ആയിട്ടുള്ള മാസ്ക് അല്ല, ഹാഫാണ്. ഓക്കെ, സാധായിട്ടുള്ള മാസ്കാണ്. ഓക്കെ, ഒരു ടവല് ഞാൻ മാസ്ക് പോലെ വെച്ചിങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളെന്തായാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു മാസ്ക് എന്തോ കാരണം കൊണ്ട് എന്തായാലും അത് ഊരി എന്തായാലും പോയിട്ടെന്നാലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അടി എന്തൊക്കെയോ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ മണ്ടക്കിട്ട് നല്ല അടി കിട്ടിയായിരുന്നു. അപ്പം എങ്ങനെ അത് ഇളവി പോയതായിരിക്കും. വണ്ടിയിലൊന്നും ആ സാധനം ഇല്ല. അങ്ങനെ നമ്മുടെ ഫേസ് നൈസായിട്ട് റിവീലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഓടിക്കാൻ ചെറിയ പേടിയാണ്. നമ്മുടെ ലെസ്റ്ററിന് ഒട്ടും വയ്യ വണ്ടി ഓടിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓടിക്കണത് തന്നെ. ഓക്കെ, നമ്മുടെ ലെസ്റ്ററിന് അത്യാവശ്യം നല്ല അടി കിട്ടിയിരുന്നതെല്ലാം ഉണ്ട്. അവന്മാർ ഓടിച്ചെടുത്തിട്ട് പിടിച്ചു. നോക്കി വണ്ടിയുടെ ഗ്ലാസ് കണ്ട പൊട്ടി. ഓക്കെ, ബാക്കിലത്തെ എന്താ ഭാഗം കൊണ്ട് പൊട്ടിയില്ല. അതുപോലെ തന്നെ കംപ്ലീറ്റ് വണ്ടി ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഓക്കെ, നമ്മുടെ ലെസ്റ്ററിൻ്റെ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒരു ഐഡിയ ചെയ്യാം. നമുക്ക് എന്തായാലും ഇതെന്തായാലും അകത്തോട്ട് എന്തായാലും നമുക്ക് കയറ്റാം. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ കണക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ വണ്ടികളൊക്കെ മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യണം. ഒരു കാര്യം നമുക്ക് ഇതെടുത്ത് ബാക്കിലിടാം. വല്ല പോലീസോ വല്ലതും വന്നാലേ. ഇത് നമ്മുടെ മസ്താങ്ങൊക്കെ ഇവിടെ കിടക്കണ. ഇതിൻ്റെ ബമ്പർ ഇന്നലെ ബൈക്കിലെന്തോ കൊണ്ട് ഇടിച്ച് അത് പൊളിഞ്ഞു പോയതല്ലേ. ഓ, അത് അച്ഛൻ ശരിയാക്കിയാ. ഊഫ്, എന്ത് നന്മയുള്ള അച്ഛനാണ് കേസ് നമ്മുടെ അച്ഛൻ. നന്മയുള്ള അച്ഛനെ നമ്മളൊന്ന് കണ്ണടച്ച് തുറന്ന് ഇവിടെ ഒന്ന് വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ബമ്പറൊക്കെ ശരിയാക്കി. ഫ്രണ്ട് അതൊക്കെ മാറ്റമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ അവിടെ വണ്ടിയുടെ ബാക്കി ഇട്ടിരിക്കുകയാണ്. വണ്ടിയുടെ ബാറ്ററി അടിച്ചു പോയി കിടക്കുകയാണ്. ഇതെന്തെങ്കിലും ശരിയാക്കണം. സ്കോർപ്പിയോ, നമ്മുടെ സ്വിഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ അങ്കിളിൻ്റെ ഫോർച്യൂണറും ഇവിടെ കാണാനില്ല. ഓക്കെ, കൊനിക്സൺ ഇവിടെ കിടപ്പുണ്ട്. അച്ഛൻ്റെ ഫെറാറി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ സ്വിഫ്റ്റും അതേപോലെ തന്നെ അങ്കിളിൻ്റെ ഫോർച്യൂണറും ഇവിടെ കാണാനില്ല. ഓക്കെ, മിക്കവാറും ആ രണ്ടുപേരും വെളിയിൽ പോയി കിടന്നു. നമ്മുടെ അച്ഛൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഒരു പുതിയൊരു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങണം 2 പേർക്കൊക്കെ. എന്തോ ഒരു വലിയ എന്തോ ഒരു ബിസിനസ് കാര്യം ചെയ്യാനാണ്. എന്തോ വലിയ സംഭവം ടെൻഡർ ചെയ്ത് എന്തായാലും കയറ്റണം. ഓക്കെ, അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള ലാപ്ടോപ്പ് വേണം. ഓക്കെ, അതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാം. അച്ഛ ഇപ്പം എവിടെ ഇരിക്കണേ? അതെ മോനെ, ഞാനാണെങ്കിൽ ഇപ്പം ആപ്പിളിൻ്റെ കടയിൽ നിൽക്കുകയാണ്. ഞാനും നിൻ്റെ അങ്കിളും കൂടെ കടയിൽ വന്ന്. അല്ല, അച്ഛൻ്റെ ലെജൻഡർ എവിടെ പോയി? ലെജൻഡറാവോ? അത് ഞാൻ നിന്നോട് പറയാൻ മറന്നല്ലേ മോനെ. ഇന്നാണ് അതിൻ്റെ ഫസ്റ്റ് സർവീസ്. അങ്ങനെ ആ വണ്ടി സർവീസിനെടുത്ത് എന്തായാലും ഇപ്പം ലാപ്ടോപ്പുകളൊക്കെ വാങ്ങാൻ ഇറങ്ങിയല്ലോ. അതെന്തോ ചെറിയ കാര്യം ഇതല്ല. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ സ്വിഫ്റ്റ് എടുത്ത് ഇറങ്ങിയത്. അതേപോലെ തന്നെ അങ്കിളിൻ്റെ ഫോർച്യൂണറിൻ്റെ ടയർ എന്തോ പഞ്ചർ എന്തോ. അതുകൊണ്ട് ആ വണ്ടി ഞങ്ങളാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. ഇപ്പം ഞങ്ങൾ ആപ്പിളിൻ്റെ ആ കടയിലോട്ട് പോണേ ഉള്ളൂ. ഏത് വണ്ടിയിൽ? നിൻ്റെ സ്വിഫ്റ്റിൽ. തട്ടാതെ കൊണ്ടുപോണേ അച്ഛാ. അവനെ മോനെ ഞാനല്ല ഓടിക്കണം, നിൻ്റെ അങ്കിളാണ്. എന്നാൽ ശരി, വണ്ടി സൂക്ഷിച്ച് കൊണ്ടുവരണം. മോനെ. അല്ല, വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ഇന്നാണ് ലെജൻഡറിൻ്റെ. ഓ മോനെ, കുറച്ച് പരിപാടി ഉണ്ട് ആ വണ്ടിക്ക്. പിന്നെ അങ്കിളിൻ്റെ വണ്ടി പഞ്ചറായി, അല്ലെങ്കിൽ അതിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു. അങ്കിളിൻ്റെ വണ്ടി പഞ്ചറായതുകൊണ്ടാണ് നിൻ്റെ വണ്ടി എടുത്തത്. ചെറിയ കാര്യമല്ല ഞങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങുക. അതുകൊണ്ടാണ് ഫെറാറി എടുക്കാത്തത്. അതുമല്ല അത് 2 സീറ്ററാണ്. ലാപ്ടോപ്പ് കൊണ്ടുവരാൻ പാടാണ്. എന്നാൽ ശരി, പതുക്കെ വന്നാൽ മതി. മോനെ. പിന്നെ മോനെ, നിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി മോനെ? മറ്റേ റേസറിനെ നീ കണ്ടായിരുന്നോ? നിന്നെ അപകടത്തിൽപ്പെടുത്തി കൊല്ലാൻ നോക്കിയാ? എൻ്റെ അപ്പോ എൻ്റെ അച്ഛ ഒന്നും പറയണ്ട. അവനെ എടുത്തിട്ട് ഇടിച്ച് അവനെ അപ്പം തന്നെ കൊന്നു കളഞ്ഞ്.
അയ്യോ മോനെ, നീ എന്തിനാടാ കൊന്നു കളഞ്ഞ? നിന്നോട് പറഞ്ഞല്ല അവനെ ഒന്നും ചെയ്യണ്ടാന്ന്. എടാ മോനെ, ഇതൊക്കെ വലിയ കേസ് വല്ല ആയ പിന്നെ അതിനേക്കാളും പണിയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അപ്പം തന്നെ ഓടി രക്ഷപ്പെട്ട്. അല്ല, നമ്മുടെ ലെസ്റ്റർ എവിടെ? ലെസ്റ്റർ വീടിൻ്റെ വെളിയിലുണ്ട്. ലെസ്റ്ററിനെ പേടിക്കേണ്ട ആവശ്യമില്ല, ലെസ്റ്ററിന് കുഴപ്പമൊന്നുമില്ല. ശരി, വല്ല പണിയുണ്ടായാൽ പിന്നെ തീർന്ന്. നീ ഫോൺ വയ്ക്കുക, നീ കുറച്ച് നേരം റെസ്റ്റ് എടു. ശരി അച്ഛാ. ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും അച്ഛൻ നമ്മുടെ ആ വണ്ടി എടുത്തോണ്ട് പോയത്. അങ്കിളുടെ ഫോർച്യൂണറിൻ്റെ ടയർ പഞ്ചറായി, അതെങ്ങനെയാണ് എന്തൊക്കെ. പിന്നെ അച്ഛൻ്റെ ലെജൻഡറിൻ്റെ ഫസ്റ്റ് സർവീസ് അല്ലേ, 3 വണ്ടി കൂടെ എങ്ങനെ പോയാന്തോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, ഇവിടെ ഇപ്പം അമ്മ എവിടെ പോയാന്തോ. ഓക്കെ, അമ്മയെ കാണാമല്ലോ. ഓക്കെ, അമ്മ വെളിയിൽ വല്ലതും പോയാണ്. അമ്മ എപ്പോഴും ഷോപ്പിംഗ് ആണ് കേസ്. ഓക്കെ, അമ്മയ്ക്ക് സ്വന്തമായിട്ട് വണ്ടിയും കയറലൊക്കെ ഉണ്ടായിരുന്നു കേസ്. ഓക്കെ, അമ്മയ്ക്കൊരു വാഗനർ ഉണ്ടായിരുന്നു. ഓക്കെ, അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, അച്ഛൻ നല്ല കൂടിയ വണ്ടി കാണിച്ചു കൊടുക്കും. അമ്മയ്ക്ക് കാറൊന്നും വലുതായിട്ട് അങ്ങനെ ഇഷ്ടമല്ല. ഓക്കെ, ഇഷ്ടമല്ല മീൻസ് ഓടിക്കാൻ അറിഞ്ഞൂടാക്കി. ലൈസൻസ് എല്ലാം ഉണ്ട്, പക്ഷെ ഓടിക്കാൻ അറിഞ്ഞൂടാ. ഓക്കെ, അതുകൊണ്ടാണ് അമ്മ എപ്പോഴും വല്ലവരെ വണ്ടി ലിഫ്റ്റ് കയറി പോകണം. എന്നിട്ട് അവർക്ക് ഇഷ്ടംപോലെ പൈസയും കൊടുക്കും. അമ്മ എന്നും ഷോപ്പിങ് നല്ല കാര്യം. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ എന്നാലും വണ്ടി ഇരിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് ഫുള്ളായിട്ടൊന്ന് മാറിയിട്ട് എന്തായാലും വരാം. എന്നിട്ട് നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഗൈസ് എന്തായാലും കുറച്ച് നേരം എന്നാൽ ടി വി ഞങ്ങളെ കാണാം. എന്നിട്ട് നമുക്ക് എന്തായാലും വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കുറച്ച് നേരം ഒന്ന് ടി വി കാര്യങ്ങളൊക്കെ കാണട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും കുറേ നേരം ഞാൻ കിടന്ന് എന്തായാലും ഉറങ്ങി. ഓക്കെ, ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ ഫുള്ളായിട്ട് ഫ്രഷ് ഞാൻ എന്താ കുറേ നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാൻ ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടി വിയിലൊന്നും വലുതായിട്ട് കാണാനില്ല. ഓക്കെ, ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെ, ഞാൻ വിചാരിച്ച് ചിലപ്പോൾ വല്ല ന്യൂസിലോ അങ്ങനെ വല്ലതിലും എൻ്റെ ഫോട്ടോയോ വല്ലതും വരുമെന്ന്. ഓക്കെ, വെച്ചാൽ വലിയൊരു അടിപൊളിയായിട്ടുള്ളൊരു റൈസറിനാണ് ഞാൻ വെടിച്ച് കൊന്നത്. ഓക്കെ, എൻ്റെ ഫേസിലെടുത്ത് റിവീലായി. ഓക്കെ, പക്ഷെ ഇവിടെ വാർത്തകളൊക്കെ ഇട്ട് നോക്കിയിട്ട് എൻ്റെ ഫേസോ വേറെ വാർത്തയോ അങ്ങനെ ഒന്നും തന്നെ കണ്ടില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ വരുമെന്തോ. ഓക്കെ, പണിപ്പാളുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട്. ഓക്കെ, ലെസ്റ്റർ ആണെങ്കിൽ ഡിഫൻഡർ കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിലല്ലേ നേരെ എന്തായാലും നമ്മുടെ താറെടുക്കാൻ പോകും. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ടി വികളൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്, വേറെ എടുത്തിട്ട്. ഓക്കെ, ഫുള്ളായിട്ടുള്ള മാസ്ക് നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ, ഉണ്ട്, പക്ഷെ അത് പ്രയോഗത്തിൻ്റെ. ഓക്കെ, അതിട്ട് അവസാനം എന്നെ കളനെന്ന് പറയാം അപ്പം തന്നെ പിടിച്ചോണ്ട്. ഓക്കെ, പിന്നെ വണ്ടികളൊക്കെ ഫ്രണ്ടിലോട്ട് മാറ്റി വെച്ചിരിക്കും. നമ്മുടെ സ്പ്ലെൻഡർ അവിടെ ഇരിപ്പുണ്ട്, അച്ഛൻ്റെ ഏതാണ് R15 ഇരിപ്പുണ്ട്, പിന്നെ ഡ്യൂക്കുണ്ട്, പിന്നെ ജെറക്സ്റ്റനാറുണ്ട്, നമ്മുടെ കവാസാക്കി നിഞ്ച, പിന്നെ 2 സൈക്കിളുണ്ട്. ഓക്കെ, അച്ഛൻ്റെ എൻ്റെ. ഓക്കെ, എൻ്റെ വേറെ. എനിക്ക് പിന്നെ ഫെറാറി ഇവിടെ കിടപ്പുണ്ട് അച്ഛൻ്റെ. പിന്നെ നമ്മുടെ കൊനിക്സൺ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ലെസ്റ്ററിൻ്റെ ഡിഫൻഡർ ബാക്കിലാണ്. അത് മാത്രമല്ല നമ്മുടെ സ്കോർപ്പിയോ ഇവിടെ കിടപ്പുണ്ട്, സ്വിഫ്റ്റും, പിന്നെ അങ്കിളിൻ്റെ ഫോർച്യൂണർ, പിന്നെ അച്ഛൻ്റെ ലെജൻഡറായിട്ടാണ് അവർ പോയത്. 3 വണ്ടിക്ക് അവരെങ്ങനെയാണ് ഓടിച്ചോണ്ടേ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവരെന്തായാലും കുറച്ച് താമസിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ഇതുങ്ങളൊക്കെ കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ലെസ്റ്ററിനെ കണക്ക് വിളിച്ച് എണീപ്പിക്കാം. എടാ ലെസ്റ്ററെ എണീക്കടാ, സമയമൊക്കെ എത്ര? അയ്യോ, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയടേ. വല്ലാത്തൊരു ക്ഷീണമായി പോയടേ. നീ ഒരു കാര്യം ചെയ്യ, വണ്ടി എടു, നമുക്ക് പോയി നിൻ്റെ വണ്ടി ഒന്ന് നോക്കാം. അല്ല, ഇതിൽ പോണോ? ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിയിരിക്കുകയല്ലേ. അതാണ് ഞാനും ആലോചിക്കണം. നമുക്ക് ആ വണ്ടി മാറ്റിയാലോ അങ്ങ്. അത് തന്നെ, അതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ ഇതിൽ തന്നെ അങ്ങ് പോവായിരുന്നു അല്ലേ. പക്ഷേ പോലീസിൻ്റെ വണ്ടി സ്പോട്ട് ചെയ്ത്, അതാണ് വേറെ കുഴപ്പം. അയ്യോ, ഇനി എൻ്റെ വണ്ടിക്ക് എങ്ങനെ പണി കിട്ടോ? അങ്ങനെ ഒരു വഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്കില്ലേ ഈ വണ്ടി അങ്ങ് എടുത്ത് തൊട്ടപ്പുറത്തുള്ള കടയില്ലേ, ഈ കട, ഈ കടയുടെ ബാക്ക് സൈഡിലൊരു ചെറിയൊരു സ്ഥലമുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ കൊണ്ടങ്ങിടാം. പിന്നെ ഇടിച്ച് പോലീസ് നിൻ്റെ വണ്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പണിയിട്ട ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പാർക്ക് ഇതിൻ്റെ ഇടയിലിട്ടിരിക്കുക. ഓക്കെ, ഇവിടെ ഇട്ടിരുന്ന വലുതായിട്ട് ആരും കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ ഈ കടയിൽ നിന്ന് തുറന്നിട്ടല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, സൂപ്പർ മാർക്കറ്റില്ല, അതാണ്. എന്നാൽ ലെസ്റ്ററെ പെട്ടെന്ന് ഇറങ്ങി വേണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുത്തുണ്ടോ? സ്കോർപ്പിയോ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല, എൻ്റെ ബാറ്ററി പോയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ബൈക്കിൽ പോയാലോ? അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കൊനിക്സൺ എടുത്താലോ? കൊനിക്സണാ? ശരി, ബാ, ഞാൻ പോയ കൊനിക്സൻ്റെ കീ എടുത്തിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും കൊനിക്സൻ്റെ കീ എടുത്തു. ഓക്കെ,
എടാ ലെസ്റ്ററെ വേഗം കയറ്. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ കൊനിക്സണാണ് എടുക്കാൻ പോകണം. ഓക്കെ, ഞാൻ പിന്നെ ആദ്യം വിചാരിച്ച മറ്റേ വണ്ടി എടുക്കാം, നമ്മുടെ ഒരു ഏതാണ് ഫോർഡ് മസ്താങ്. ഓക്കെ, പിന്നെ നമ്മുടെ ലെസ്റ്റർ ഇറങ്ങിയ കൊനിക്സൺ എടുക്കാം. ഓക്കെ, ഫോർഡ് മസ്താങ് നമുക്ക് പിന്നെ എടുക്കാം. ഓക്കെ, എടാ ലെസ്റ്ററെ പിടിച്ചിരുന്നു, ഇവിടെ നിന്ന് ഇറക്കാനാണ് പാട്. മസ്താങ് ഓക്കെ ആണ്, മസ്താങ് എടുക്കായിരുന്നു. ഓക്കെ, പിന്നെ ലെസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ, അയ്യോ ഇനി ഇത് ഇറക്കാനാണേ പാട് ലെസ്റ്ററെ, ഇതാണ് ഈ കുഴപ്പം. എന്ത് കഷ്ടമാണ്. ഓഫ്, എന്തോടെ മിക്കവാറും ഇതിൻ്റെ ബമ്പർ ഇളവാൻ ചാൻസ് ഉണ്ട്. ലെസ്റ്ററെ നീ പിടിച്ചിരുന്നോ, ഞാനിപ്പോൾ വലിയൊരു സാഹസികം കാണിക്കാനായിട്ട് ഇപ്പോൾ അവിടെ വണ്ടി തലോതനം അറിയോ എന്തോ അതെനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്നാലും നോക്കാം. അയ്യോ എടാ ലെസ്റ്ററെ, എനിക്ക് തോന്നണില്ല മിക്കവാറും നമുക്ക് പോകാൻ പറ്റുമെന്ന്. അയ്യോ അതെന്ത്, എടാ എടുക്കടാ നോക്ക്, ഞാനെങ്ങാനായിരുന്നു എടുക്കുമായിരുന്നു. നീ വലിയ പ്രൊഫഷണൽ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞല്ലോ ഒരുത്തനെ കൊന്നുകളഞ്ഞ. എടാ നീയല്ലേടാ പറഞ്ഞ കൊല്ല, എന്നിട്ട് എന്നെ കുട്ടിയെടുക്കാരനാക്ക ഇപ്പം. എടാടാ ചുമ്മാ ഇറങ്ങിയാലടാ. ഇതെന്തോണ് വണ്ടി സ്റ്റക്കായല്ലോ. നിന്റെ വാക്കും കേട്ട് ഈ വണ്ടി എടുത്തോണ്ടെന്ന് എനിക്കിപ്പോൾ പണി കിട്ടി. ഇതെന്ത് കുടുങ്ങിയേ വണ്ടി. അയ്യോടാ ലെസ്റ്ററെ, വണ്ടി കുടുങ്ങി. നേരം കെട്ട നേരത്ത് വണ്ടിയിട്ട് പണിയറണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി തൽക്കാലത്തേക്ക് ഇവിടെ കിടക്കണമെന്നല്ലോ, ഒന്ന് ഒതുക്കിയിടട്ട്. വണ്ടി എടുക്കാനല്ല, വണ്ടി സ്റ്റക്കായി. ഈ വണ്ടി ഡാമേജ് ആവും തോന്നും മിക്കവാറും കണ്ടിട്ട് എനിക്ക്. ഒരു കാര്യം ചെയ്യും, വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുക. എടാ ലെസ്റ്ററെ വേഗം ഇറങ്ങിയാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാം. ഈ വണ്ടീനെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ നീ കീ താ, ഞാൻ എടുത്തു നോക്കട്ടെ. ചിലപ്പോൾ ഈ കൊനിക്സൺ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയാലേ. പിന്നെ നിന്നെ കൊണ്ടാ, എന്നെ കൊണ്ട് എടുക്കാൻ. എടാ ബമ്പർ ലൂസായിട്ടിരിക്കണടാ, അതവിടെ ഇടിച്ച്. അങ്ങനെയൊന്നുമില്ല, ഞാൻ നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ കീ താ എനിക്ക്, ഞാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഫൈനലി ഗായ്സ് നമ്മളങ്ങനെ ഒരു പാട് ഡേയ്സ് നമ്മുടെ കൊനിക്സണങ്ങളൊക്കെ നമ്മളെന്തായാലും അടിയിലോട്ടേക്ക് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ പറച്ചിലായിരുന്നു ലെസ്റ്റർ, ഞാൻ അടിപൊളിയായിട്ട് എടുത്തു തരാം അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ലെസ്റ്റർ വണ്ടി എടുത്തപ്പോഴാണ് വണ്ടി ഒരു അടിപൊളി അനങ്ങളില്ല. അവസാനം ഞാൻ ഫ്രണ്ടിൽ നിന്ന് ബമ്പറിൻ്റെ സൈഡിലായിട്ടൊരു തള്ളി ഞാനും ലെസ്റ്ററും കൂടെ തള്ളി ഞാനൊന്ന് വണ്ടിയുടെ നൈട്രോ ഓണാക്കുന്നു, ബാക്കിലോട്ടൊന്ന് വിട്ടുകളാം. വണ്ടി ചാടി നേരെ മസ്താങ്ങിൻ്റെ ആ ഫെൻഡർ പോർഷനിൽ കൊണ്ട് ഒറ്റ അടി ഇടിക്കായിരുന്നു. ഓക്കെ, ഭാഗ്യത്തിൽ ഇടിച്ചില്ല. ഓക്കെ, ഇടിക്കുന്നതിന് മുമ്പേ ബ്രേക്ക് പിടിച്ചോണ്ട് നിന്നു. ഈ വണ്ടി പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് ബ്രേക്ക് കുറച്ചുകൂടെ കൂട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ട് വേറെ സീനോ കാരണം ഒന്നുമില്ല. എൻ്റെ ഫെൻഡർ ഇടിച്ച് ചപ്പുമായിരുന്നു, അമ്മാതിരി സ്പീഡിലാണ് കൊണ്ട് കയറി കൊടുത്തത്. ഇടിച്ചില്ല ഭാഗ്യം കൊണ്ട്. ഓക്കെ, ഞാൻ പിന്നെ അവിടെ നിന്ന് ഒറ്റ ചാട്ടം അങ്ങ് ചാടിച്ചെടുത്തു. ഓക്കെ, വണ്ടി ഇങ്ങനെ ചാടി എന്നാലും വന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നാണ് ലെസ്റ്ററെ നീ പറഞ്ഞു ഞാൻ അടിപൊളിയായിട്ട് എടുക്കുന്നു, എന്നിട്ട് നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റിയില്ല. നല്ല കാര്യം ലെസ്റ്ററെ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കെന്തായാലും ഇപ്പം പോവാം. ഓക്കെ, നിൻ്റെ വണ്ടി പിന്നെ മാറ്റിയ കാരണം വെച്ചാൽ നിൻ്റെ വണ്ടി എല്ലായിടത്തും സ്പോട്ട് ചെയ്തവർ മിക്കവാറും എൻ്റെ കളർ പെയിൻറ്റ് മാറ്റി പിന്നെയും വെള്ളയാക്കേണ്ട ചാൻസ് വരും. അയ്യോ അത് വേണ്ട, വണ്ടി കുറച്ച് ദിവസം ഇറക്കാതിരുന്നാൽ പോരെ. എനിക്ക് ആ കളർ മാറ്റണമെന്നൊരാഗ്രഹമില്ലടാ. എടാ നീ ഒരു കാര്യം ചെയ്യാം, അതിന് ബ്ലാക്ക് അടി, ബ്ലാക്ക് നൈസായിരിക്കും. എന്തോണടേ, എന്ത് കഷ്ടോടേ. അതും കൊണ്ട് ഇറങ്ങണ്ടായിരുന്നു. അവനെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയ. അതും ശരിയാണ്. നമുക്കെന്തായാലും ഇപ്പോൾ എന്തായാലും പോയി നോക്കാം. പിന്നെ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഇച്ചിരി സൂക്ഷിക്കണം കേട്ടോ. ഈ വണ്ടി പെട്ടെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു. ഇപ്പോൾ തന്നെ ഇടിച്ച് ഇതിൻ്റെ ബമ്പർ അല്പം ഉരങ്ങി. കുഴപ്പമില്ല, അടുത്ത സർവീസിന് സെറ്റാക്കാം. ചെറിയ ഓരമൊക്കെ ഉണ്ടായാലും നമ്മൾ അപ്പം തന്നെ ശരിയാക്കും. ഓക്കെ, ഇപ്പോൾ ടൈമില്ല. ഓക്കെ, അതുകൊണ്ട് പിന്നെ സർവീസ് ചെയ്യുമ്പോൾ ശരിയാക്കാം. ഓക്കെ, ഞാൻ അടിയും തട്ടി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എടാ ലെസ്റ്ററെ, നീയാണെങ്കിൽ ഈ വണ്ടി ഓടിച്ചോണ്ട് വരണം, ഞാൻ താറ് ഓടിച്ചോണ്ട് വരാം. അതൊന്ന് റിപ്പയർ ചെയ്യണം. പിന്നെ നിൻ്റെ വണ്ടി അതൊക്കെ പക്ഷേ നിൻ്റെ വണ്ടി എവിടെ? അല്ല, എൻ്റെ വണ്ടി എവിടെ? എടാ ലെസ്റ്ററെ, നീ കാറിയിരി. എടാ നന്നായിട്ട് നോക്കടാ. ദൈവമേ, ഇനി ആ റേസറെങ്ങാനും ഉയർത്തെണീറ്റ് എൻ്റെ വണ്ടി എടുത്തോണ്ട് പോയാ. എനിക്കറിഞ്ഞൂടാ. എടാ എന്നാലും ലെസ്റ്ററെ, ആരോ എൻ്റെ വണ്ടി എടുത്തോണ്ട്. ശടേ, അതാലോചിച്ചപ്പോഴല്ലേ പറഞ്ഞു മിക്കവാറും പോലീസിൻ്റെ വണ്ടി പിടിച്ചു കാണും. അയ്യോ അതും ശരിയാണല്ലോ. ഒരു കാര്യം നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിൽ പോവാം. എന്നാലും
എടാ എന്നാലും എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ ആഗ്രഹിച്ചെടുത്ത വണ്ടിയുടെ സെക്കൻഡ് എടുത്ത് എൻ്റെ സെക്കൻഡ് വണ്ടിയായിരുന്നത്. ഇല്ല സെക്കൻഡ് അല്ല, അതെനിക്ക് റേസിൽ കളിച്ച് കിട്ടിയാണ്. എൻ്റെ ഫസ്റ്റത്തെ ഏതോ റേസാണ് പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ. അതെന്തോ ഓർമ്മകളുള്ള വണ്ടിയാണെന്ന് എനിക്ക് അറിയാമോടാ. നീ വിചാരിക്കുക അതൊരു സാധാരണ വണ്ടിയാണ്, അങ്ങനെയല്ല. എനിക്കത് പ്രിയപ്പെട്ടൊരു വണ്ടിയായിരുന്നു താറ്. എന്താഗ്രഹിച്ച് ഞാൻ റേസ് കളിച്ചെടുത്ത വണ്ടി. അതും ശരിയാണ്, പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ GTR വെച്ച് ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചെടുത്ത വണ്ടിയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ആ വണ്ടി കിട്ടിയേ പറ്റും. എന്ത് കഷ്ടമായത് ഈ പോലീസുകാരന്മാർക്ക്. അതെടുത്തോണ്ട് പോയെന്ന് തോന്നി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇപ്പം വീട്ടിൽ പോകും. ഒരു കാര്യം ചെയ്യാം, എനിക്ക് വെയിറ്റ് വീട്ടിൽ കയറുമ്പം സൈഡിൽ കൂടെ കയറാം. ഓക്കെ, ഫ്രണ്ട് ഡോറിൽ കൂടെ കയറണ്ട. ഫ്രണ്ട് ഡോർ എന്ന് വെച്ചാൽ മെയിൻ വഴി കൂടെ കയറണ്ട. ഓക്കെ, പണി കിട്ടണമെങ്കിലാ അതാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഈ വണ്ടി അങ്ങ് അകത്തേരണ്ട്. ഈ വണ്ടി നമ്മുടെ വീടിൻ്റെ ബാക്കിൽ അല്ലാതെ തന്നെ സെപ്പറേറ്റ് നമ്മുടെ അച്ഛനും കേരളക്ക് ഈ വീട് ഉണ്ടാക്കിയപ്പോൾ തന്നെ അല്ലാതെ തന്നെ കംപ്ലീറ്റ് ഈ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചും കേരളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇവിടെ ഈ വണ്ടി കയറ്റിയിടാം. ഓക്കെ, ഇനി അങ്ങ് അകത്തെടുത്ത് കയറ്റണ്ട. ഓക്കെ, നമുക്ക് കുറച്ചായിട്ട് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം. ഓക്കെ, അതിനുമ്പോൾ എന്തെങ്കിലും മാസ്കോ അങ്ങനെ വല്ല ഇടണം. ഓക്കെ, എന്തോ ഭയം കൊണ്ട് ഇവിടെ കയറി. നല്ല കാര്യം. ഓക്കെ, അവിടെ കയറാൻ എന്ത് പാടായിരുന്നു. ഓക്കെ, വണ്ടി ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. എടാ ലെസ്റ്ററെ ഒന്ന് പിടിച്ച് ചെയ്യാന്ന് വണ്ടി നേരെ ഇടട്ട്. ഞാൻ ഓക്കെയാണ്. എന്നാലും നിൻ്റെ വണ്ടി എന്തിനാടാ പോലീസ് എടുത്താ? അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത. എടാ നിനക്ക് മനസ്സിലായില്ലേ? എടാ ഞാൻ ഇത്രയും വലിയ കുറ്റമൊക്കെ ചെയ്തില്ല, അതുകൊണ്ടാണ് അവരെന്നെ വണ്ടി പിടിച്ചെടുത്തത്. ഈ കൊനിക്സനോടെ കിടക്കട്ടെ, നമുക്ക് പിന്നെ പോവാം കുറച്ചായിട്ട്. ശരി, നമുക്കിപ്പോൾ എന്തായാലും വീട്ടിൽ കയറാം. ജയമ, ഇനി പോലീസ് ഇവിടെ എങ്ങാനും വന്നാൽ എന്നെ പിടിച്ചോണ്ട് പോകുമോ? നിന്നെ മാത്രമല്ല, അല്ല എന്നെ മാത്രമല്ല, നിന്നെ പിടിച്ചോണ്ട് പോകും. എടാ ലെസ്റ്ററെ പോലീസ്. അയ്യോ, എടാ പോയി ചോദിക്കടാ എന്താ കാര്യം. ഹലോ സാറേ, എന്താണ് പ്രശ്നം? താനെ നിങ്ങോട്ട് ഇറങ്ങി പോ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. തൻ്റെ പേര് CJ എന്നല്ലേ? അതെ. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നേരത്തെ ഒരു താറി എന്ന് വലിയ ജാട കാണിച്ച് പ്രൊഫഷണലായിട്ടുള്ള ഒരു റേസറിനെ വെടിവെച്ച് കൊന്നിട്ട് ഏതോ ഒരു ലെസ്റ്റർ എന്നുള്ള ക്രിമിനലിനെ പിടിച്ചോണ്ട് നീ പോയില്ലേ? അയ്യോ, അത് ഞാനല്ല, അത് വേറെ ഏതോ CJ. എനിക്കറിയാം. നീ മാസ്കൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റിയെന്ന് വെച്ച് എനിക്ക് നിൻ്റെ മുഖമൊന്നും കാണാതിരിക്കാൻ പറ്റുന്നില്ല. നീ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് നിൻ്റെ മാസ്ക് അവിടെ നിന്ന് ഉരി വീണായിരുന്നു. അപ്പം തന്നെ ഞാൻ നിൻ്റെ മുഖം സ്പോട്ട് ചെയ്ത്. അത് മാത്രമല്ല, നിങ്ങൾ ഉപയോഗിച്ച വണ്ടി സ്പോട്ട് ചെയ്ത്. ഏത് വണ്ടി? നിനക്കൊന്നും അറിഞ്ഞൂടെ? ലാൻഡ് റോവർ ഡിഫൻഡർ. ഏത് ഡിഫൻഡർ? എടാ ലെസ്റ്റർ, നമ്മൾ ഇത്ര നേരം ഓടിച്ച കൊനിക്സൺ ആയിരുന്നല്ലേ? അതെ. എടാ താൻ വണ്ടി പോലെ, അല്ലെങ്കിൽ തന്നെ പിടിച്ചോണ്ടു. എടാ സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറും, അല്ലെങ്കിൽ നിന്നെ ഇപ്പം തന്നെ വധശിക്ഷ വെച്ച് ഇവിടെ വെച്ച് തന്നെ ഞാൻ കൊന്നോളെ. അയ്യോ അത് വേണ്ട, മര്യാദയ്ക്ക് സത്യം പറ. നീയല്ലേടാ അവനെ കൊന്ന? സത്യമായിട്ട് ഞാൻ തന്നെയാണ് അവനെ കൊന്ന. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ. അല്ല, അപ്പം ലെസ്റ്ററിനെ പിടിച്ചോണ്ട് പോണല്ലേ? ലെസ്റ്റർ അല്ലല്ലോ നിന്നെ കൊന്നത്, ലെസ്റ്റർ നിൻ്റെ കൂടെ കൂട്ടുനിന്നല്ലേ? അതിനും അയാൾക്ക് പണി കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പം അയാളെ പിടിക്കാനായിട്ട് ഞങ്ങളിൽ തെളിവില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ കൊണ്ടുപോവുകയാണ്. അയ്യോ സാറേ, അങ്ങനെ വേണോ? അങ്ങനെ തന്നെ വേണം. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറ്. ഏത് ഈ വണ്ടിയിലാണ്? അല്ല പിന്നെ അപ്പുറത്തെ വണ്ടിയിലാണ്? ഒന്ന് കയറാം. അയ്യോ ഞാൻ കയറാം സാറേ. ഗൈസ്, ഇവിടെ ഇപ്പോൾ നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അയ്യോ സാറേ, എന്നെ എവിടെ കൊണ്ടുപോണ? അതൊക്കെ ഞങ്ങൾ ആലോചിക്കും. എടാ ലെസ്റ്ററെ, നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. ഞാൻ നോക്കാടാ CJ. എന്നാലും ഇതെന്ത് വിധിയാണ്? ഞാനാണെങ്കിൽ അവനെ കൊന്നത് അപ്പം തന്നെ ഈ പോലീസ് അറിയുകയും ചെയ്ത്. നീ മിണ്ടിപ്പോലും, നിൻ്റെ കൂടെ വാടച്ചിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ശരി സാറേ. എന്ത് കഷ്ടമാണ് കേസ്. ഓക്കെ, മിക്കവാറും എന്നെ ജയിലിൽ പിടിച്ചിടാനാണ് ചാൻസ്. ഓക്കെ നിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും വെറുതെ വിടത്തില്ല. നിന്നെ അറസ്റ്റ് ചെയ്തതാണ് ഞങ്ങൾ. നിനക്ക് മിക്കവാറും 5 വർഷത്തിന് കൂടുതലോ അല്ലെങ്കിൽ കുറവോ അങ്ങനെയൊക്കെ ചിലപ്പം വധശിക്ഷ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അയ്യോ സാറേ, പ്ലീസ് സാറേ, എത്ര പൈസ ആണെങ്കിലും ഞാൻ തരാം. എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. എത്ര ക്യാഷ് വേണമെന്ന് തരാം. എൻ്റെ ഒരു $millions ഉണ്ട്. പൈസ കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. എത്ര രൂപ വേണമെങ്കിലും തരാം സാറേ, പ്ലീസ്. സാറ് ചോദിക്കണ പൈസ തരാം.
ട്ടോ മിണ്ടോതിരിയോടോ. ഞാനൊക്കെ നന്മ ചെയ്യണ പോലീസുകാരന്മാരാണ്. ഓ പിന്നെ വലിയ കാര്യമായി. സാറേ നമ്മളെവിടെ എത്തി? നമ്മളിതാ പോലീസ് സ്റ്റേഷനിലെത്തി. എൻ്റെ അമ്മച്ചി ഇതേത് സ്ഥലം? അയ്യോ, ഇന്ത്യയിലുള്ള ഏറ്റവും പവർഫുൾ ആൻഡ് കിടിലനായിട്ട് അടിയിടിയും കിട്ടണ പോലീസ് സ്റ്റേഷനിലാണ് ഗൈസ് നമ്മളെ ഈ സാറുണ്ട്. മിക്കവാറും ഇവിടെ ചെന്ന കാര്യത്തിൽ തീരുമാനമുണ്ട്. എടോ മര്യാദയ്ക്ക് ഇറങ്ങണോ, മര്യാദയ്ക്ക് പോയി അകത്ത് കയറ്. അയ്യോ സാറേ എന്നെ സെല്ലിൽ പിടിച്ചിട്ടല്ലേ. അതൊന്നും ഞങ്ങൾ ചെയ്യല്ലോ, എന്നാലും നിന്നെ അവിടെ ഒരിടത്ത് നിർത്തും. അല്ല ഗൈസ്, ഇത് നമ്മുടെ താറല്ലേ? ഇതെങ്ങനെ ഇവിടെ? എനിക്കൊരു പിടിയില്ല സാറേ, ഇത് എൻ്റെ വണ്ടിയാണ്. ഇതെങ്ങനെ ഇവിടെ വന്നാ? നിന്റെ വണ്ടി വെച്ചല്ലോ, നിന്റെ ലൊക്കേഷനും എല്ലാം ഞങ്ങൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച. അയ്യോ അങ്ങനെ പണിപാളി. സാറേ ഞാൻ ഈ വണ്ടി ലോക്ക് ചെയ്താന്ന് വെച്ചത്, നിങ്ങളെങ്ങനെ ഈ വണ്ടി തുറന്ന്? ഞങ്ങളതിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് ഞങ്ങൾ വണ്ടിയുടെ കേബിൾ എല്ലാം ഇളക്കിയിട്ട് ഞങ്ങൾ ചാടിച്ചെടുത്തോണ്ടോ. നിന്റെ വണ്ടി പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് ഉള്ളതാണ്ട് ഞങ്ങൾക്ക് എളുപ്പമായി. ഏത് നേരത്താന്തോ എനിക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള വണ്ടി എടുക്കാൻ തോന്നി. ഇവിടെ പക്ഷേ ഇഷ്ടംപോലെ വണ്ടി ഇരുണ്ട്. ഹയാബൂസൊക്കെ ഇരിപ്പുണ്ട്, മിക്കവാറും കേസ് പിടിച്ചിട്ടിരിക്കുകയായിരിക്കും. എന്നെ പോലെ ഒരു താറും കൂടെ പണി. ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പോലീസിന്. ഇവിടെ ഇഷ്ടംപോലെ പോലീസിൻ്റെ ബുള്ളറ്റ് ഉണ്ട്. ഇത് പോലീസിൻ്റെ പവർഫുള്ളായിട്ടുള്ള ഇതാണ്, മഹീന്ദ്ര താറാണ്. പിന്നെ ഇവിടെ 2 വണ്ടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, മറ്റേ മെയിനായിട്ടുള്ള MBDയുടെ വണ്ടിയില്ല. ഓക്കെ, മിക്കവാറും പുള്ളിക്കാരൻ വേറെ എവിടെയെങ്കിലും വെളിയിലായിരിക്കും. ഓക്കെ, പോലീസുകാരുടെ സാധാ താറോടെ കിടപ്പുണ്ട്. അതിൻ്റെ അകത്തെന്താ അറിയോ, റെഡ് കളറൊക്കെ. എനിക്കെങ്ങനെ അറിയാം? എന്നാലും എനിക്കിട്ട് നല്ല 8ൻ്റെ പണിയാണല്ലോ ഗൈസ് കിട്ടിയതൊക്കെ. എന്നെ അവർ പിടിച്ചിട്ട് എടോ നീ എവിടെ പോയി കിടക്കണോ, വന്ന് കയറോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ കൊല്ലും. അയ്യോ അങ്ങനെ ചെയ്യല്ലേ. നിനക്കേ നിന്റെ കയ്യിലുള്ള വെപ്പൺസ് ഒക്കെ ഇവിടെ വച്ചിട്ട് പോ. എൻ്റെ കയ്യിൽ തന്നെ ഒന്നുമില്ല, മര്യാദ വെക്കടാ. അയ്യോ ഞാൻ വെക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല ഗൈസ്. എൻ്റെ എല്ലാ വെപ്പണും പിടിച്ചെടുത്ത് ഗൈസ്. ഓക്കെ മര്യാദക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നിൽക്കി. ഏതിവിടെയാ? അവിടെ തന്നെ മര്യാദക്കിരി, അല്ലെങ്കിൽ നിന്നെ ഇപ്പം തന്നെ എവിടത്തിട്ട് ഇടിക്കും. അയ്യോ അതൊന്നും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഇത്രയുള്ള കേസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഞങ്ങൾക്ക് വെബ് സീരീസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ട് നമ്മളെന്തായാലും നാളെ എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് അപ്പോഴേ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.